പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു. എന്തിനെ എന്നല്ല, ആരെയാണ് ഞാൻ? ഒരാളിനെ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. പ്രസ്തുത വിശ്വാസത്തിൻ്റെ പ്രായോഗിക വശത്തെപ്പറ്റിയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നും എബ്രായർ 11:1 നാം വായിക്കുന്നു. വിശ്വാസം ഒന്നേ ഉള്ളൂ. എഫേസ്യർ 4:5. അത് ഏത് വിശ്വാസമാണ്? അതിവിശുദ്ധ വിശ്വാസമാണ് എന്ന് യൂദ തൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു. നിർവ്യാജ വിശ്വാസമാണ് എന്ന് 1 തീമോഥെയോസ് 1:5 നാം വായിക്കുന്നു. അത് കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും ഉണ്ടാകുന്നതാണ്. റോമർ 10:17. ക്രിസ്തുവിൻ്റെ ഉള്ള അതിവിശുദ്ധ വിശ്വാസം കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് നിർവ്യാജമായി വിശ്വസിച്ച് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ക്രിസ്തുവിൻ സമ്പാദിക്കുന്ന ഏക വിശ്വാസമാണ് ഈ വിശ്വാസം. എന്താണ് ഈ വിശ്വാസം? അതൊരു ആദർശത്തെയോ പ്രമാണത്തെയോ അംഗീകരിക്കുകയല്ല, മറിച്ച് ഒരാളിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് ആ വിശ്വാസം. അത് എൻ്റെ കർത്താവിലുള്ള വിശ്വാസം. ഈ വിശ്വാസം നമ്മെ രക്ഷിക്കുന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എഫേസ്യർ 2:8 വായിക്കുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് അത് നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ കഴിയും. എങ്കിൽ കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഇന്ന് പ്രഭാതത്തിൽ പല വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നവരാണ്. എങ്കിലും ഒരു കാര്യം ചിന്തിക്ക്, ആ കർത്താവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇങ്ങനെയുള്ള വിശ്വാസത്താൽ നാം നീതീകരണം പ്രാപിച്ചെന്നു മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവരായ നാം തുടർന്നും ജീവിക്കുന്നതും വിശ്വാസത്താൽ തന്നെയാണ്. എങ്കിൽ ഒന്ന് പരിശോധന നടത്തുവാൻ കഴിയുമോ? വിശ്വാസത്താൽ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരുവനുണ്ട്, അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.